1000-ഓളം എപ്പിസോഡ് വരെ പോയിട്ടുള്ളൊരു ഇതാണ് സിനിമാല എന്ന് പറഞ്ഞത്. നമ്മുടെ സമകാലിക സംഭവമായിട്ട് ഒരുപാട് പ്രതിപാദിച്ചിട്ടുള്ള അതിൻ്റെ ആർട്ട് ഡയറക്ടറായിട്ട് ഞാൻ കുറേ വർഷങ്ങളോളം ഉണ്ടായിരുന്നു. ഒരു 3-4 വർഷങ്ങളോളം അതിനുവേണ്ടി പ്രവർത്തിച്ചിരുന്നു. ഇപ്പോഴത്തെ കുറേ സിനിമാ നടന്മാരായിട്ടുള്ള ആളുകളൊക്കെ അന്നത്തെ മിമിക്രിക്കാരായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സിനിമാലയിലൂടെ തന്നെ കുറേ മിമിക്രിക്കാരെ എനിക്ക് പരിചയപ്പെടാനും പല രീതിയിൽ ഇപ്പോൾ നമസ്കാരം, എൻ്റെ പേര് സുരേഷ് എന്നാണ്. ഡാവിഞ്ചി സുരേഷ് എന്നാണ് അറിയപ്പെടുന്നത്. കൊടുങ്ങല്ലൂരാണ് എൻ്റെ വീട്, തൃശ്ശൂർ ജില്ലയിൽ. ഞാനും ഭാര്യയും എൻ്റെ 2 കുട്ടികളും അടങ്ങുന്നൊരു കുടുംബമാണ്. ഭാര്യയുടെ പേര് ഹേമലത എന്നാണ്. മക്കൾ മൂത്തത് ഇന്ദുലേഖ, അതുപോലെ തന്നെ രണ്ടാമത് ഇന്ദ്രജിത്ത്. രണ്ടുപേരും പഠിക്കുകയാണ്. ഇന്ദുലേഖ PG കഴിഞ്ഞ് നിൽക്കുകയാണ്, MPhil എടുക്കാൻ വേണ്ടി നിൽക്കുന്നു. മകൻ മധ്യപ്രദേശിലാണ്, ജബൽപൂർ IIT കോളേജിൽ പഠിക്കുകയാണ്. ഞങ്ങൾ അടങ്ങുന്നതാണ് ഒരു കുടുംബം. പിന്നെ എൻ്റെ ജ്യേഷ്ഠനും എൻ്റെ അച്ഛനും അമ്മയും മക്കളൊക്കെ അടങ്ങുന്നൊരു കുടുംബം ഉണ്ട്. അത് ഏതാണ്ടൊരു 11 പേരാണ്. ഞങ്ങൾ 7 ആണും 4 പെണ്ണും. അതിൽ 10ാമത്തെ പുത്രനാണ് ഞാൻ. ജ്യേഷ്ഠനാണ് ആദ്യമായി ഡാവിഞ്ചി എന്നുള്ളൊരു പേര് ഒരു സ്റ്റുഡിയോ സ്ഥാപനം നടത്തുന്നത്. ഞങ്ങളെല്ലാവരും ജ്യേഷ്ഠന്മാരെല്ലാവരും തന്നെ ഒരു എന്താ പറയുക, ഒരു ഡാവിഞ്ചി എന്ന പരസ്യ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യായിരുന്നു എല്ലാവരും. ഞാൻ ചിത്രങ്ങൾ വരയ്ക്കും. എനിക്ക് മൂത്തൊരു ജ്യേഷ്ഠനുണ്ട്, സന്തോഷ് എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം ലെറ്ററുകളൊക്കെ എഴുതും. ജ്യേഷ്ഠനും വരയ്ക്കും. അങ്ങനെ ഒരു കലാകുടുംബമാണ്. ഇപ്പോൾ എൻ്റെ അനിയനും കൊത്തുപണി കാര്യങ്ങളെല്ലാവരും ചെയ്യുന്ന ശില്പശാല എന്ന് പറയുന്നൊരു സ്ഥാപനം നടത്തുന്ന ഒരു വ്യക്തി കൂടിയാണ്. ചെറുപ്പം മുതൽ തന്നെ തറയിലും ചുമരിലൊക്കെ ചേട്ടൻ വരയ്ക്കുന്ന കണ്ടിങ്ങനെ നമ്മളും എന്താ പറയുക, ചോക്കും കരിയും ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ ഓരോന്ന് വരച്ചൊക്കെ തുടങ്ങാറുണ്ടായിരുന്നു. എൻ്റെ എന്താ പറയുക, സ്കൂൾ ജീവിത കാലഘട്ടത്തിൽ ഒരു 3ലും 4ലൊക്കെ പഠിക്കുന്ന സമയത്താണ്, 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ആദ്യമായിട്ടൊരു ക്ലേ മോഡലിംഗ് മത്സരത്തിന് എനിക്കൊരു സമ്മാനം ലഭിക്കുന്നത്. അത് ശിശുവിദ്യാ പോഷണി എന്ന് പറയുന്ന മഞ്ഞളിപ്പള്ളിക്കടുത്തുള്ളൊരു സ്കൂളിലാണ് ഞാൻ അന്ന് പഠിച്ചിരുന്നത്. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്ക് നമ്മളൊരു മത്സരത്തിന് കൊണ്ടുപോകില്ലേ, അങ്ങനെ ക്ലേ മോഡലിംഗ് മത്സരത്തിൽ പങ്കെടുക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായത്. അന്ന് ഏഷ്യാഡ് അപ്പു എന്ന് പറയുന്നത് പണ്ടത്തെ ഭാഗ്യ ചിഹ്നമായിരുന്നു സ്പോർട്സിൻ്റെ. അന്നത്തെ കാലത്ത് ആ ഏഷ്യാഡ് അപ്പുവിൻ്റെ ഒരു രൂപമുണ്ട്. ആ രൂപമാണ് അന്ന് ഞാൻ ക്ലേ മോഡലിംഗ് മത്സരത്തിന് പങ്കെടുത്തപ്പോൾ ചെയ്തത്. അതിനാദ്യമായിട്ട് എനിക്ക് കിട്ടിയതൊരു പെൻസിലാണ്. ആ സമ്മാനമായിട്ട് 1ാം സമ്മാനമായിട്ട് കിട്ടിയതൊരു പെൻസിലാണ്. ആ പെൻസിലാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലേക്ക് മുന്നോട്ടുള്ള യാത്രയുടെ ഒരു പ്രചോദനം എന്ന് പറയുന്നത്. പിന്നീട് സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടങ്ങളിലൊക്കെ തന്നെ കാർട്ടൂണും അതുപോലെ തന്നെ ചിത്രരചനാ മത്സരങ്ങളായിട്ടുള്ള പെൻസിൽ ഡ്രോയിങ്, വാട്ടർ കളറ്, ക്ലേ മോഡലിങ്, അത്തരം മത്സരങ്ങളിലൊക്കെ ഞാൻ മത്സരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് നാടകവും മിമിക്രിയും അത്തരം കാര്യങ്ങളിലൊക്കെ വലിയ താല്പര്യമായിരുന്നു. അഭിനയിക്കാനുള്ളൊരു മോഹം വളരെ ചെറുപ്പം മുതലേ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ആ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ 6 ഫസ്റ്റും 1 സെക്കൻഡൊക്കെ വാങ്ങും. എല്ലാത്തിനും ഒട്ടുമിക്കതിനും ഫസ്റ്റ് തന്നെ ആയിരിക്കുള്ളൂ. ഈ ചിത്രരചനയായിട്ടുള്ള 4 ഐറ്റംസിനും ഫസ്റ്റ് തന്നെ ആയിരിക്കും. പിന്നെ മിമിക്രി, കഥാപ്രസംഗം, നാടകം, ഇതിലൊക്കെ പങ്കെടുക്കും. അപ്പോൾ അതിലൊക്കെ മത്സരം. അന്ന് കലാപ്രതിഭ പട്ടങ്ങളൊന്നും സ്കൂളിൽ വന്നിട്ടേ ഇല്ല. ഞാൻ പോന്നതിന് ശേഷമാണ്, ഈ 89-90 കാലഘട്ടത്തിന് ശേഷമാണ് പിന്നെ സ്കൂളുകളിലൊക്കെ കലാപ്രതിഭ പട്ടം വരുന്നത് തന്നെ. സത്യം പറഞ്ഞാൽ അന്നൊക്കെ ഉണ്ടായിരുന്ന സ്കൂളിലൊരു കലാപ്രതിഭ ഞാനാവേണ്ടതായിരുന്നു. അപ്പം അത്രയും എന്താ പറയുക, എല്ലാ കലകളിലും എല്ലാ മേഖലകളിലും എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരാഗ്രഹം ചെറുപ്പം മുതലേ ഉണ്ട് എന്നുള്ളതാണ്. പിന്നീടാണ് ജ്യേഷ്ഠൻ നടത്തുന്ന 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ് ജ്യേഷ്ഠൻ നടത്തുന്ന ഈ ഒരു ഡാവിഞ്ചി എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഞാൻ ജോയിൻ ചെയ്യുന്നതും ചേട്ടൻ്റെ കൂടെ. ഈ അന്നത്തെ കാലഘട്ടങ്ങളിൽ ഇന്നത്തെ ഉള്ള പോലുള്ള ഫ്ലെക്സ് പരിപാടികളൊന്നുമില്ലല്ലോ. അന്ന് ഈ ചുമരുകളിലും ഹോർഡിങ്സുകളിലൊക്കെ നമ്മളിങ്ങനെ ചിത്രങ്ങൾ വരയ്ക്കുകയും പരസ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിത്രങ്ങൾ വരയ്ക്കുകയൊക്കെ ചെയ്യുന്നതാണ്. വലിയ ഹോർഡിങ്ങിലൊക്കെ നമ്മൾ മുള കെട്ടിയിട്ട് അതുമേൽ കയറി നിന്നിട്ടാണ് ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്നത്. അപ്പോൾ അത്രയും റിസ്ക് പിടിച്ചൊരു സമയത്ത് ആ കാലഘട്ടത്തിൽ നമ്മൾ ഈ ചിത്രങ്ങളൊക്കെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് വരയ്ക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ അത് ആയൊരു എന്താ പറയുക, ഒരു എക്സ്പീരിയൻസ് നമുക്ക് നേരത്തെ മുതലുണ്ട്. അങ്ങനെയാണ് ജ്യേഷ്ഠൻ്റെ കൂടെ വർഷങ്ങളോളം ഞാൻ ഈ ഒരു ചിത്രകലയുമായിട്ട് മുന്നോട്ട് പോയത്. പിന്നീടാണ് എനിക്ക് തോന്നിയത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ടൊക്കെ ചെയ്യണമെന്ന് ജീവിതത്തിൽ. നമുക്കൊരു ജീവിതമല്ലേ ഉള്ളൂ. അപ്പോൾ ഉള്ള ജീവിതത്തിൽ നമുക്ക് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും കാഴ്ചപ്പാടുകൾ നമ്മൾ കൊണ്ടുവരണ്ടേ, നമുക്ക് അടയാളപ്പെടുത്താൻ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ എന്നുള്ളൊരു താല്പര്യം ചെറുപ്പം മുതലേ വന്നിരുന്നു എന്നുള്ളതാണ്.
അന്നാണ് ഞാനൊരു എന്താ പറയുക മരത്തിൽ എൻ്റെ ഒരു മൂത്ത ജ്യേഷ്ഠൻ ബാബു, അതുപോലെ തന്നെ ദിനേശൻ, അങ്ങനെ കുറച്ച് പേരൊക്കെ കൊത്തുപണി നടത്തുന്ന ആളുകളായിരുന്നു. മരവുമായി ബന്ധപ്പെട്ട കടച്ചിൽ, കൊത്തുപണി, ഡോറിലൊക്കെ കണ്ടിട്ടില്ലേ നമ്മൾ പല ചിത്രങ്ങളൊക്കെ കൊത്തുപണി ചെയ്യുന്ന രൂപത്തിലുള്ള വർക്കുകളൊക്കെ. അപ്പോൾ അത്തരം വർക്കുകൾ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ വീട്ടിൽ കൊത്തുപണി നടക്കുന്നത് കൊണ്ട് എനിക്കായൊരു എന്താ പറയുക കൊത്തുപണി ചെയ്യണം എന്നുള്ളൊരു മോഹം കൂടി ഉണ്ടായിരുന്നു. അന്ന് ലാലേട്ടൻ്റെ ഒരു മുഖം മരത്തിൽ കൊത്തി ഉണ്ടാക്കിയിട്ട് ആദ്യമായിട്ട് ലാലേട്ടന് അത് കൊണ്ടു കൊടുക്കണം എന്നൊരാശ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു എന്താ പറയുക നമ്മുടെ കൊടുങ്ങല്ലൂരിൽ തന്നെയുള്ള ഒരു അയൽവാസി കൂടിയാണ് നമ്മൾ ഡയറക്ടർ കമൽ സാർ എന്ന് പറയുന്നത്. കമൽ സാറിനോട് ഞാൻ ചെന്നിട്ട് പറഞ്ഞു, എനിക്കിങ്ങനെ ലാലേട്ടൻ ഇതൊന്ന് നേരിട്ട് കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട്, എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, ഇപ്പോൾ ലാലേട്ടൻ ഇപ്പോൾ ഉള്ളത് അഗ്നിദേവൻ എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിങ്, എനിക്കപ്പോൾ ഒരു 16-18 വയസ്സൊക്കെ ആയിട്ടുള്ളൂ. ആ സമയത്താണ് അഗ്നിദേവൻ്റെ ഷൂട്ടിങ് ഗുരുവായൂരിൽ വെച്ച് നടക്കുന്നത്. അപ്പോൾ ലാലേട്ടനെ കാണാനായിട്ട് ഞാൻ ഈ ഒരു മരത്തിൽ കൊത്തിയ രൂപമൊക്കെ ആയിട്ട് ഞാൻ ഗുരുവായൂരേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ പോയി അതും ഈ കമൽ സാറിൻ്റെ ഒരു ലെറ്റർ തന്നിട്ടാണ്, ആ ലെറ്ററും കൊണ്ടാണ് ഞാൻ പോകുന്നത്. അതുകൊണ്ടാണ് എനിക്ക് അവിടുത്തെ ആ ഹോട്ടലിൽ കയറിയിട്ടാണ് എനിക്കത് കാണാനൊക്കെ ഉള്ളൊരു അദ്ദേഹത്തെ കാണാനും ഫോട്ടോ എടുക്കാനും, അദ്ദേഹത്തിന് നേരിട്ടത് ഞാനുണ്ടാക്കിയ മരത്തിൽ, അന്ന് തേക്ക് മരത്തിൻ്റെ ഒരു കഷ്ണത്തിൽ, ഒരു ചെറിയ പലക കഷ്ണത്തിലാണ് ഞാൻ ആ മുഖം കൊത്തി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിന് കൊടുക്കുകയും ഫോട്ടോ എടുക്കുകയും ചെയ്തപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് അറിയാലോ, നമ്മൾ ഈ ഫോട്ടോ ഒക്കെ ആളുകളെ കാണിക്കുമ്പോൾ ആളുകൾ വിചാരിക്കുന്നത് എന്താണ്, ലാലേട്ടൻ്റെ ഭയങ്കര ഭ്രാന്തമായിട്ടുള്ളൊരു ഫാനാണ് ഞാൻ എന്നുള്ള രീതിയിലായിരിക്കും പലരും കാണുന്നത്. അപ്പോൾ അതെനിക്ക് മാറ്റിയെടുക്കണമെന്ന് തോന്നി. കാരണം എല്ലാവരെയും ആസ്വദിക്കുന്നവരും എല്ലാവരുടെ കഴിവുകളെയും അംഗീകരിക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മമ്മൂക്കാനെയും എനിക്കൊരു മരത്തിൽ കൊത്തി ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളൊരാഗ്രഹം ഒരു വർഷത്തിനുള്ളിൽ തന്നെ എനിക്ക് വീണ്ടും തോന്നി. ഇങ്ങനെ മമ്മൂട്ടിയുടെ ഒരു കൊത്തുപണി രൂപം ഞാൻ അതുപോലെ തന്നെ ഒരു വീട്ടിത്തടിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു രൂപം കൊത്തിയുണ്ടാക്കി, മുഖം രൂപം കൊത്തിയുണ്ടാക്കി. വീണ്ടും ഞാൻ കമൽ സാറിനോട് പറഞ്ഞു, ഇങ്ങനെ ഞാനൊരു മമ്മൂക്കാട് ഒരു രൂപം കൊത്തി ഉണ്ടാക്കിയിട്ടുണ്ട്, നേരിട്ട് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ സംവിധാനം ചെയ്യുന്ന അഴകിയ രാവണൻ്റെ സെറ്റ് ചേർത്തലയാണത്. ചേർത്തല നടക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് ഞാൻ അവിടെ ഷൂട്ടിംഗ് സെറ്റിൽ പോയിട്ട് മമ്മൂക്കാക്ക് നേരിട്ടായൊരു മരത്തിൽ കൊത്തിയ രൂപം ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ മരത്തിൽ അന്ന് ഈ കൊത്തുപണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൃഷ്ണൻ്റെ രൂപമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ രൂപമൊക്കെയാണ് ഈ ഡോറിലൊക്കെ ആളുകൾ പലരും ചെയ്തിട്ടുള്ള അങ്ങനെയാണ്. അപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകളൊക്കെ മരത്തിൽ കൊത്തി ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് അത് ഒരു അപൂർവമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് പലരും ഞാനീ ചെയ്യുന്നതിന് കണ്ടിട്ടുള്ളത്. അപ്പോൾ അത് തന്നെ എനിക്കൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാടാണല്ലോ. അപ്പോൾ അതെനിക്ക് വീണ്ടും ചെയ്യണം എന്നുള്ളൊരാഗ്രഹം വന്നു. പിന്നെ ഞാൻ ആലോചിച്ച് നമ്മളുടെ ഗാനഗന്ധർവനായിട്ടുള്ള യേശുദാസ്, നമ്മൾ സൂപ്പർ സ്റ്റാറുകൾ 2 പേര് നടന്മാരിലെ 2 പേർക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ യേശുദാസിനും കൊടുക്കണമെന്നോ, അങ്ങനെ കൂനമ്മാവിലുള്ളൊരു സ്റ്റേജ് ഫങ്ഷനാണ്, കൊച്ചിൻ സാക്സിൻ്റെ എന്തോ ഒരു പ്രോഗ്രാമായിരുന്നു തോന്നുന്നു. ആ ഒരു പ്രോഗ്രാമിന് ഞാൻ ഈ യേശുദാസിൻ്റെ ഒരു ശില്പരൂപേണയാണ്, നേരത്തെ ഒരു ഫ്ലാറ്റായിട്ടുള്ള ഒരു 2 ഇഞ്ച് കനത്തിലുള്ള മരത്തിൽ കൊത്തിയിട്ടുള്ളൊരു രൂപമാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ശില്പം പോലെ തന്നെ ഒരു ഇത്രയുള്ളൊരു ഹാഫ് ഫിഗറിലുള്ളൊരു ശില്പമായിട്ടാണ് യേശുദാസിന് ഞാനത് അവിടെ വെച്ച് വേദിയിൽ വെച്ച് കൊടുത്തത്. അന്ന് ദിലീപൊക്കെ ആ വേദിയിൽ, നടൻ ദിലീപൊക്കെ ആ വേദിയിലുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം പിന്നെ എനിക്ക് തോന്നിയത് നമ്മുടെ തമിഴ്നാട്ടിലെ സൂപ്പർ സ്റ്റാറായിട്ടുള്ള രജനീകാന്തിനൊരു ശില്പം ചെയ്ത് കൊടുക്കണം എന്ന് ആഗ്രഹം തോന്നി. അങ്ങനെ വീണ്ടും ഒരു വീട്ടിത്തടിയിൽ ഞാൻ രജനീകാന്തിനെ കൊത്തി ഉണ്ടാക്കാൻ തുടങ്ങി. ഒരു രൂപം ഉണ്ടാക്കി അതിനൊരു സ്റ്റാൻഡൊക്കെ ഉണ്ടാക്കി പിടിപ്പിച്ചു. ഇത് അവിടെ മലയാളി അസോസിയേഷൻ, ആവടി എന്ന് പറയുന്ന മദ്രാസിലുള്ളൊരു എൻ്റെ ഇവിടെ കൊടുങ്ങല്ലൂരുള്ളൊരു സുഹൃത്ത് മധുസൂദൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം വഴിയാണ് അവിടെ രജനീകാന്തിനെ കാണാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം ഞാൻ നടത്തിയത്. 2 പ്രാവശ്യം പോയിട്ടും എനിക്ക് അദ്ദേഹത്തെ കാണാൻ സാധിച്ചിട്ടില്ല. അതിനുശേഷം 3ാമത് പോയപ്പോഴാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട് മദ്രാസിലുള്ള പോയസ് ഗാർഡനിലെ ജയലളിതയും രജനീകാന്തൊക്കെ താമസിക്കുന്ന ഒരേ ലൈനിലുള്ള വീട്ടിലാണ് ഞാൻ ഈ ശില്പവുമായിട്ട് കൊണ്ടു ചെല്ലുന്നത്. അന്ന് ഏതാണ്ടൊരു ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തെ കാണാനും ഫോട്ടോ എടുക്കാനും, എന്താ പറയുക, കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് പേരിടിയിക്കാനും പൊന്നാട അണിയിക്കാനൊക്കെ നിരവധി പേരിങ്ങനെ വരിവരിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലൊരാളായിരുന്നു ഞാൻ ഈ ശില്പം കൊണ്ട് ചെന്നതുകൊണ്ട് എനിക്ക് കുറച്ച് സമയമെങ്കിലും അവിടെ കിട്ടിയെന്നുള്ളതാണ്. ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഫോട്ടോ എടുത്തെടുത്ത് വിടുന്ന ഒരു സിസ്റ്റം ഇരുന്നു അവിടെ. അപ്പോൾ നമുക്ക് കുറച്ച് നേരമെങ്കിലും ഈ ശില്പത്തെക്കുറിച്ച് സംസാരിക്കാനും ആ ശില്പം കാണിക്കാനൊക്കെ ഉള്ളൊരവസരം നമുക്ക് അന്ന് കിട്ടിയെന്നുള്ളതാണ്.
ഈ കൊത്തുപണി ഒരു ഒരു 3-4 ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ കലാഭവൻ മണിക്കും മണിച്ചേട്ടനെയും ഗുരുശിഷ്യൻ എന്ന് പറഞ്ഞൊരു ഷൂട്ടിംഗ് സെറ്റിൽ വെച്ചിട്ട് മണിച്ചേട്ടൻ്റെ ഒരു രൂപം മരത്തിൽ കൊത്തി ഉണ്ടാക്കി ഞാൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നിരവധി പേരെ കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അതിൽ ഒരു വ്യത്യസ്തമായ മാറ്റം വേണം എന്നുള്ളത്. പിന്നെയാണ് ഉള്ളം നൂലിൽ ഞാൻ ഈ ഒട്ടിച്ച് ചിത്രങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. നമ്മൾ എംബ്രോയ്ഡറിയിൽ ചിത്രങ്ങൾ കണ്ടിട്ടില്ല. അന്ന് ഈ എംബ്രോയ്ഡറി ഒന്നും അധികം പ്രചാരമായിട്ടില്ലാത്തൊരു സമയത്താണ് ഉള്ളം നൂലുകൾ, ഇത്തിരി കനമുള്ള പഞ്ഞി പോലത്തെ നൂലാണ് ഈ ഉള്ളം നൂലെന്ന് പറയുന്നത്. ആ നൂലുകൾ ഉപയോഗിച്ച് ഒരു ബോർഡിൽ നമ്മൾ സ്കെച്ച് ചെയ്തിട്ട് ഫെവിക്കോൾ ഒട്ടിച്ച് പല നിറങ്ങൾ പെയിൻറ്റ് ചെയ്യാതെ നൂലിൻ്റെ കളറിൽ മാത്രം ചിത്രം കാണുന്ന രൂപത്തിലേക്ക് ഞാൻ അങ്ങനെ ഒരു ചിത്രങ്ങൾ കുറേ രൂപപ്പെടുത്തി. അങ്ങനെ മമ്മൂട്ടിക്കും മോഹൻലാലിനും ഹരികൃഷ്ണൻസിൻ്റെ സെറ്റിൽ വെച്ചിട്ടാണ് രണ്ടുപേർക്കും ഒരുമിച്ചാണ് ആ ചിത്രങ്ങൾ നൽകുന്നത്. അങ്ങനെ കുറേ പേരുടെ ജഗതിയുടെ ചെയ്തിട്ടുണ്ട്, മാതാമൃതാനന്ദമയി അമ്മയുടെ ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ പേര് മണിച്ചേട്ടൻ്റെ കല്യാണത്തിൻ്റെ അന്ന് മണിച്ചേട്ടൻ്റെ ഭാര്യയുടെ ഒരു നൂൽ ചിത്രം ചെയ്തിട്ടുണ്ട്. അതുപോലെ ദിലീപ് മഞ്ജു വാര്യരുടെ കല്യാണത്തിന് എറണാകുളത്ത് താജ് റെസിഡൻസിൽ വെച്ചിട്ട് നമ്മൾ കല്യാണത്തിൻ്റെ കല്യാണം കഴിഞ്ഞ് 3-ാം ദിവസം ഒരു ഫംഗ്ഷൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് നേരിട്ട് ആ സ്റ്റേജിൽ മഞ്ജു വാര്യർക്കും അതുപോലെ തന്നെ ദിലീപിനും ഒരു ചിത്രം സമ്മാനിച്ചു. അങ്ങനെ നിരവധി ചിത്രങ്ങൾ അങ്ങനെ നൂലിൽ ചെയ്യാൻ തുടങ്ങി. കൊടുങ്ങല്ലൂരിൽ ഞാനൊരു നൂൽ ചിത്രമേള എന്ന് പറയുന്നൊരു എക്സിബിഷൻ തന്നെ നടത്തിയിട്ടുണ്ട്, വിവിധ തരത്തിൽ നൂല് കൊണ്ടുണ്ടാക്കിയ ചിത്രങ്ങളൊക്കെ. പിന്നെ നമുക്ക് പല രീതിയിൽ ഇങ്ങനെയുള്ള ചിത്രങ്ങൾ ചെയ്യണം എന്നുള്ള ആഗ്രഹം ആ കാലഘട്ടത്തിൽ തന്നെ എനിക്ക് മിമിക്രി ചെയ്യണം എന്നുള്ള ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു. മിമിക്രി ചെറുപ്പം മുതലേ സ്കൂളിൽ മുതൽ ഞാൻ മിമിക്രി ആർട്ടിസ്റ്റൊക്കെ ആയിരുന്നു. ആ തരത്തിൽ തന്നെ സ്വന്തമായിട്ടൊരു മിമിക്സ് ട്രൂപ്പ് ഒക്കെ എനിക്കുണ്ടായിരുന്നു. കൊച്ചിൻ കലാസാരംഗി എന്നായിരുന്നു അതിൻ്റെ പേര്. ആദ്യം ഗ്രാമ എന്ന് പറയുന്ന ഒരു ആർട്സ് ക്ലബ്ബിലായിരുന്നു. ആ ഗ്രാമയിൽ നിന്നാണ് എൻ്റെ മിമിക്രിയുടെ ഒക്കെ തുടക്കം. അങ്ങനെ തുടങ്ങിയ ഈ ഗ്രാമ പിന്നീടാണ് കൊച്ചിൻ കലാസാരംഗിയായിട്ട് മാറുകയും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലൊക്കെ പോയിട്ട് മിമിക്രി ഒക്കെ അവതരിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് മണിച്ചേട്ടൻ്റെയും ദിലീപേട്ടൻ്റെ ഒക്കെ മിമിക്രികളൊക്കെ സ്റ്റേജിലൊക്കെ പോയിട്ട് നമ്മൾ ഈ മിമിക്രികളൊക്കെ കാണും. അതുപോലെ തന്നെ അവരായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാനുള്ള ശ്രമം നടത്തും. കുറേ ആർട്ടിസ്റ്റുകളായിട്ടുള്ള പരിചയങ്ങൾ ഒരുപാട് ഈ സമയങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. കുറേ നമ്മളിങ്ങനെ മിമിക്രി കാര്യങ്ങളെല്ലാനും ഇപ്പോൾ അവാർഡും പേവാർഡും പിന്നെ മണിയും എന്നും പറഞ്ഞിട്ടൊരു ഓഡിയോ കാസറ്റ് ഉണ്ട്. ഈ തൂശിമക്കൂന്താരോ അതുപോലെ തന്നെ പൂളുമ ചൊമ്പുള്ള മാങ്ങ എന്ന് പറയുന്ന കലാഭവൻ മണിയുടെ കുറേ ഓഡിയോ കാസറ്റിൻ്റെ ഒരു തരംഗമുള്ളൊരു സമയത്താണ് ഇത്തരം വർക്കുകളും അല്ലെങ്കിൽ ഇത്തരം കൂട്ടായ്മകളൊക്കെ ഉണ്ടായിരുന്നു. മണിച്ചേട്ടൻ്റെ തന്നെ ഈ പറഞ്ഞ അവാർഡും പേവാർഡും പിന്നെ മണിയിലും എൻ്റെ ഒരു ഡയലോഗ് തന്നെ അതിനകത്തുണ്ട്, എൻ്റെ ശബ്ദം അതിനകത്തുണ്ട് എന്നുള്ളതാണ്. പിന്നെ മണിച്ചേട്ടനായിട്ട് ഒരുപാട് മിമിക്രിയുമായിട്ടുള്ള ഇപ്പോൾ സലീം കുമാർ, എൻ്റെ കുറച്ചടുത്ത ഒരു ആൾ കൂടിയാണ് സലീം കുമാർ. പറവൂരും കൊടുങ്ങല്ലൂരൊക്കെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആലുവ ശാരിക എന്ന് പറയുന്ന ഒരു ട്രൂപ്പിലായിരുന്നു സലീം കുമാർ ആദ്യം ഉണ്ടായിരുന്നത്. കൊച്ചിൻ സ്റ്റാലിയൻസ്, ആലുവ ശാരിക ഒക്കെ ആയിരുന്നു. അപ്പോൾ ആലുവ ശാരികയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് സലീം കുമാറിൻ്റെ കൂടെയും എനിക്ക് ഈ ബിജുക്കുട്ടൻ, നമ്മുടെ ബിജുക്കുട്ടനും തൊട്ടടുത്ത് തന്നെയാണ്. ബിജുക്കുട്ടനും സലീം കുമാറിൻ്റെ കൂടെയൊക്കെ മിമിക്രി അവതരിപ്പിക്കാനുള്ള ഒരു അവസരം എനിക്ക് അന്നത്തെ കാലഘട്ടങ്ങളിൽ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ വലിയൊരു സന്തോഷമുള്ളൊരു ആ സമയത്ത് വലിയൊരു സന്തോഷമുള്ളൊരു സൗഹൃദ ബന്ധം തന്നെയായിരുന്നു. ഏഷ്യാനെറ്റിൽ വന്നിട്ടുള്ള സിനിമാല എന്ന് പറയുന്ന ഡയാന സിൽവസ്റ്റർ നടത്തിയിട്ടുള്ളൊരു 500ഓളം എപ്പിസോഡ്, 1000ഓളം എപ്പിസോഡ് വരെ പോയിട്ടുള്ളൊരു ഇതാണ് സിനിമാല എന്ന് പറയുന്നത്. നമ്മുടെ സമകാലിക സംഭവമായിട്ട് ഒരുപാട് പ്രതിപാദിച്ചിട്ടുള്ള, അതിൻ്റെ ആർട്ട് ഡയറക്ടറായിട്ട് ഞാൻ കുറേ വർഷങ്ങളോളം ഉണ്ടായിരുന്നു. ഒരു 3-4 വർഷങ്ങളോളം അതിനുവേണ്ടി പ്രവർത്തിച്ചിരുന്നു. എറണാകുളത്തുള്ള സ്റ്റുഡിയോയിൽ ആർട്ട് ഡയറക്ടറായിട്ട് മാറിയിരുന്നു. വാൽക്കണ്ണാടി അതുപോലെ തന്നെ ഈ സിനിമാലയിലൊക്കെ ഒരു 10-35 എപ്പിസോഡിൽ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് തന്നെ എനിക്കതിൽ വേഷങ്ങളൊക്കെ കിട്ടിയെന്നുള്ളതാണ്. ഒരുപാട് മിമിക്രി ഇപ്പോഴത്തെ കുറേ സിനിമാ നടന്മാരായിട്ടുള്ള ആളുകളൊക്കെ അന്നത്തെ മിമിക്രിക്കാരായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സിനിമാലയിലൂടെ തന്നെ കുറേ മിമിക്രിക്കാരെ എനിക്ക് പരിചയപ്പെടാനും പല രീതിയിൽ, ഇപ്പോൾ നമ്മുടെ സലീം കുമാറിൻ്റെ ഒക്കെ ഒരു നാടക ട്രൂപ്പ് ഉണ്ടായിരുന്നു. ആ കൊച്ചിൻ ആരതി എന്നായിരുന്നോണോ എൻ്റെ പേര്. ആ നാടക ട്രൂപ്പിൽ ആദ്യമായിട്ട് തന്നെ നാടകത്തിലേക്ക് കൊണ്ടുവരുന്നത് നാടകത്തിൻ്റെ സെറ്റിംഗ് വർക്ക്, അതായത് നാടകത്തിൽ വരുന്ന സാങ്കേതിക കല എന്ന് പറയുന്ന ഒരു പുതിയ മേഖല, സ്റ്റേജിൽ വരുന്ന കുറേ ജീവികളെ ഉണ്ടാക്കിക്കൊണ്ടുവരാം, ഉള്ളിൽ ആൾ കയറി നിന്ന് വർക്ക് ചെയ്യുന്ന സ്റ്റേജിലെ ജീവികളെ കൊണ്ടുവരിക എന്നുള്ളൊരു സംഭവം നാടകത്തിൽ കൊണ്ടുവന്നത് സലീം കുമാറാണ്. അങ്ങനെ എന്നെ കൊണ്ടൊരു വലിയ സ്രാവൊക്കെ ഉണ്ടാക്കിയിരിക്കുക. ഒരു സ്രാവ് കടലിനടിയിൽ കൂടെ ഒരാൾ താഴേക്ക് പോരുമ്പോൾ അതിനെ സ്രാവ് വിഴുങ്ങുന്നതായിട്ടൊക്കെ കാണിക്കുന്ന കുറേ സംഭവങ്ങളൊക്കെ നമ്മൾ വേദിയിൽ ചെയ്തു എന്നുള്ളതാണ്. ആ നാടകം
പിന്നീട് കേരളത്തിലെ പല ഭാഗങ്ങളിലായിട്ട് നമുക്ക് നാടക ട്രൂപ്പുകൾക്ക് വേണ്ടിയിട്ട് സാങ്കേതിക കല എന്ന് പറയുന്നത് സ്റ്റേജിൽ വരുന്ന കുറേ ജീവികൾ, മീനമ്പലം സന്തോഷം എന്ന് പറയുന്ന തിരുവനന്തപുരത്തുള്ള വലിയൊരു നാടകക്കാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പാലാട്ട് കോമൻ, കോട്ടയത്ത് തമ്പുരാൻ എന്നൊക്കെ പറയുന്ന നാടകങ്ങളിൽ 10 ജീവികളൊക്കെ വരെ ഒരു സ്റ്റേജിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അത്തരത്തിലുള്ള നാടകത്തിലും വെറൈറ്റി ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് സിനിമയുടെ ആ സമയങ്ങളിൽ തന്നെ ചതിക്കാത്ത എന്തോ, കാട്ടുചമ്പങ്ങളിൽ വരെ സലീം കുമാർ തന്നെയാണ് എന്നെ ഈ ചതിക്കാത്ത എന്തോന് വേണ്ടിയിട്ട് സിദ്ദീഖ് ലാലിലെ ലാൽ സാറിനെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അങ്ങനെ സിനിമയിലും കുറച്ച് ആ സമയങ്ങളിലൊക്കെ വർക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. ചതിക്കാത്ത എന്തെങ്കിലും കാട്ടിയമ്പലത്തിലൊക്കെ ചെറിയ വർക്കുകളൊക്കെയാണ് അന്ന് ചെയ്തിരുന്നത്. പക്ഷേ നമ്മുടെ കൊടുങ്ങല്ലൂർക്കാരനായിട്ടുള്ള കമലിൻ്റെ അസോസിയേറ്റ് ആയിട്ടുള്ള സലീം പടിയത്ത് എന്ന് പറയുന്ന ഗരാക്ഷരങ്ങൾ, അദ്ദേഹം ചെയ്തിട്ടുള്ള കുട്ടികളുടെ ദേശീയ അവാർഡ് കിട്ടിയ കുട്ടികളുടെ ചിത്രമാണ് ഗരാക്ഷരങ്ങൾ. അതിന് ആദ്യമായിട്ട് ഞാനൊരു കലാസംവിധായകനായിട്ട് മുന്നോട്ട് വരുന്നത് ആ ഒരു ചിത്രത്തിലൂടെയാണ്, ഗരാക്ഷരങ്ങൾ. അങ്ങനെ എന്താ പറയുക, പിന്നീടാണ് ഈ കാട്ടുചമ്പകവും ചതിക്കാത്ത എന്തുമൊക്കെ മുന്നോട്ട് വരുന്നത്. ഇപ്പോൾ അവസാനമായിട്ട് സിനിമയുടെ ഒരു വർക്ക് ചെയ്തെന്ന് പറയുന്നത് കറുത്ത ജൂതനാണ്. കറുത്ത ജൂതനിൽ സലീം കുമാറിൻ്റെ തന്നെ മികച്ച തിരക്കഥാകൃത്തിനുള്ള അവാർഡ് കിട്ടിയിട്ടുള്ള, സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു സിനിമയാണ് ഈ കറുത്ത ജൂതൻ എന്ന് പറയുന്നത്. അതിൻ്റെ അകത്തൊരു ആർട്ട് ചെയ്യാനുള്ളൊരു അവസരം കൂടി എനിക്ക് കിട്ടി എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ എന്ന് പറയുന്നത് ഒരുപാട് കലാകാരന്മാർ ചേർന്നിട്ടുള്ളൊരു സൃഷ്ടിയാണ് സിനിമ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അധികം സിനിമയിൽ അങ്ങനെ കൂടുതൽ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. നമുക്ക് സ്വന്തമായിട്ടൊരു വ്യക്തിപരമായിട്ടുള്ളൊരു അഡ്രസ്സ് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളൊരു താല്പര്യത്തിൻ്റെ പുറകെ ചലിക്കുന്ന ശില്പങ്ങളിലേക്ക് ഞാൻ കടക്കുകയാണ് ഉണ്ടായത്. ഉറുമ്പുകളെ കൊണ്ടൊരു ചിത്രം ചെയ്തിട്ടുണ്ട് ഞാൻ ഒരിക്കലും. നമ്മുടെ വീടിൻ്റെ മതിലിൻ്റെ സൈഡിൽ കുറേ ഉറുമ്പുകൾ ഇങ്ങനെ, കറുത്ത ഉറുമ്പുകൾ ഇങ്ങനെ കൂട് കൂട്ടിയേക്കണ കണ്ടപ്പോൾ എനിക്കൊരാഗ്രഹം, ഉറുമ്പുകളെ കൊണ്ടൊരു ചിത്രം ചെയ്താലോ എന്നുള്ളത്.